ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഷിഫ്റ്റ് നമ്മുടെ സിനിമയിൽ സ്വാഭാവികം. ഇടഞ്ഞ കൊമ്മൻ്റെ കൃഷ്ണമണിയിൽ തൊട്ടിയേറ്റ് കളിക്കലെ മോനെ ദിനേശ എന്നൊക്കെ പറയുന്ന സംഭാഷണങ്ങൾ ഇന്ന് ആർക്കും ചിലപ്പോൾ വർക്കാവത്തില്ല. ഇന്ന് കുറച്ച് പോകും. അപ്പോൾ മണിച്ചേട്ടൻ്റെ രംഗങ്ങൾ കാണുമ്പോഴും ഒരു പണ്ട് ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്ത് ഈ ഇടിച്ചു കുത്തി ഇന്നിപ്പോൾ അങ്ങനെയൊന്നും നമുക്കില്ലല്ലോ. 1900 പ്രാവശ്യം തന്നെ കൈരളിയിൽ അങ്ങനെ അല്ലെന്ന് കൈരളിയുടെ മാനേജിംഗ് ഡയറക്ടർ ഗംഭീരമായിരുന്നു. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അല്ല, ഞാൻ പറഞ്ഞതല്ലേ, മമ്മൂക്ക ഇപ്പോഴും പഴയ മമ്മൂക്കാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയല്ലേ, അത് തീർച്ചയായിട്ടും കാണണം. 1900 പ്രാവശ്യം തന്നെ കൈരളിയിൽ വന്നിട്ടുള്ള സിനിമയാണ് അങ്ങനെ അല്ലെന്ന് കൈരളിയുടെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കണ്ടു. അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രാവശ്യം കൈരളിയിൽ വന്നിട്ടുള്ള സിനിമയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും. അല്ല, അതുകൊണ്ട് കുഴപ്പം നിനക്ക് കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പം തോന്നി? അല്ല, മലയാളികൾ ഒരുപാട് നിനക്ക് കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പം തോന്നിയ സിനിമ ഇല്ല, ഇപ്പോഴും ആ ഒരു ഫീൽ ഉണ്ട്. അത് തന്നെ എൻ്റെ അഭിപ്രായം. സിനിമ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇറങ്ങിയ പടമല്ലേ. ഞാൻ അവനോട് ഇച്ചിരി മുമ്പ് പറഞ്ഞതാ, ചോദ്യം ചോദിക്കാനെങ്കിലും പഠിക്കണത്. സ്കൂളിൽ പഠിക്കുമ്പം ബൈറ്റും ഇട്ട് ആരെങ്കിലും പോകണം. എന്റെ പൊന്നെ അല്ല, ഞാൻ വൈകിട്ട് എന്റെ വൈഫിനോട് പറഞ്ഞു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവള് എടുത്ത് വെച്ച് ഞാൻ ഇട്ടിട്ട് ഇറങ്ങി. ഞാൻ ചിന്തിച്ചത് പോലും ഇല്ല കേട്ടോ. ഈ ടൈപ്പില് ഇപ്പൊ ഇങ്ങനെ പടം നമുക്ക് വർക്ക് ആവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ട്? ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഷിഫ്റ്റ് നമ്മുടെ സിനിമയിൽ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടാണ് സ്ക്രിപ്റ്റ് സഞ്ചരിക്കുന്നത്. ഡയലോഗ് ഡെലിവറീസിനൊക്കെ അതുണ്ട്. അത് കുറേയൊക്കെ മാറി. നമ്മളിപ്പം കുറച്ചുകൂടി റിയലിസ്റ്റിക് അതേ ഉള്ളൂ വ്യത്യാസം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇടഞ്ഞ കൊമ്മൻ്റെ കൃഷ്ണമണിയിൽ തൊട്ടിയേറ്റ് കളിക്കലെ മോനെ ദിനേശ എന്നൊക്കെ പറയുന്ന സംഭാഷണങ്ങൾ ഇന്ന് ആർക്കും ചിലപ്പോൾ വർക്കാവത്തില്ല. ഇന്ന് കുറച്ചുകൂടെ നമ്മൾ നാട്ടിൻ പുറത്ത് ഉപയോഗിക്കുന്ന പദങ്ങൾ, അതുകൊണ്ട് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ആസ്വാദനത്തിനൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല. മികച്ച ഇപ്പോൾ നമ്മൾ KGF പോലുള്ള പടങ്ങൾ ആസ്വദിക്കുന്നത് എവിടെ ഡ്രമാറ്റിക്കായിട്ട് തന്നെ വർക്ക് ചെയ്തേക്കുന്നത്. അതിലൊന്നുമില്ല. സിനിമയുടെ ആസ്വാദനം മറ്റൊരു തലത്തിലാണ്. സിനിമ നന്നായി കഴിഞ്ഞാൽ എല്ലാത്തരം സിനിമകളും നമ്മൾ ഇഷ്ടപ്പെടും. ഇപ്പോൾ കിഷ്കിന്ദ കാണ്ഡോ എന്ന് പറയുന്നൊരു പടം ആക്ച്വലി അത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആർട്ട് ഫിലിമിൻ്റെ കാറ്റഗറി പെടുത്താൻ പറ്റുന്നത്. പക്ഷേ ഇതിവിടെ ഹൈലി കൊമേഴ്സ്യലി ഭയങ്കര ഹിറ്റാണ്. ബ്രഹ്മയുഗം കൊമേഴ്സ്യലി ഹിറ്റാണ്. നമ്മളപ്പം ഒരു കാലഘട്ടത്തിൽ ആർട്ട് സ്വഭാവമുള്ള സിനിമകളെ ഇന്ന് കൊമേഴ്സ്യലി ഹിറ്റാക്കാനും പ്രേക്ഷകർക്ക് കഴിയും. ഇപ്പോൾ 2 തരം സിനിമകളെയും നമ്മൾ പ്രേക്ഷകർ കാണുന്നുണ്ട്, വിജയിപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു പ്രത്യേകത ഇന്നത്തെ ഓഡിയൻസിനുണ്ട്. പണ്ട് ഇതിനെ 2 കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൊമേഴ്സ്യൽ സ്വഭാവവും സമാന്തര സിനിമകളെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മുടെ സിനിമയിൽ നിന്ന് വന്നിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ച ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പം നിലവിൽ ജീവനോടെ ഇല്ല. അല്ല, തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ കാണുമ്പം, അപ്പോൾ മണിച്ചേട്ടൻ്റെ രംഗങ്ങൾ കാണുമ്പോഴും ഒരുപാട് ആൾക്കാരെ നമുക്ക് ഓർക്കാൻ കൂടി കിട്ടുന്നൊരു അവസരമാണ്. അത് നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴേ നമുക്ക് ആ ഒരു ഫീൽ വരത്തുള്ളൂ. ഇപ്പോൾ നമ്മളവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പം ഞാനതാ പറഞ്ഞത്, പണ്ട് ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്ത് ഈ ഇടിച്ചു കുത്തി ഇന്നിപ്പോൾ അങ്ങനെയൊന്നും നമുക്കില്ലല്ലോ. നമ്മളങ്ങനെ ഇടിച്ചു കുത്തി പോയി കാണുന്നില്ലല്ലോ. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അന്നത്തതിൽ നിന്ന് ഇന്നത്തതിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഞാനൊരു പടം ഇപ്പോൾ അഭിനയിച്ചു. ഡയറക്ഷൻ പരിപാടി ഒരു സമയത്തൊക്കെ ചെയ്യാന്ന് കരുതിയിട്ട് വൈകി പോകുന്ന ഇത് തള്ളി ഈ ടൈപ്പ് മൂവി തലയിലോട്ട് വെക്കണം. 5-6 അതിലൂടെ ഈ മാസ് പരിവേഷവും അതിൽ സെന്റിമെന്റ്സും അല്ലെങ്കിൽ ഫാമിലി ഓറിയന്റഡ് എല്ലാം കൂടി ചേരുന്നു. ഈ വലിയേട്ടൻ പോലത്തെ ഒരു പടം അഖിൽമാരൻ എന്ന ഒരു ഡയറക്ടറിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? നീ പോടേ പോരടാ. ഇത് മമ്മൂക്കയുടെ ഒരു കഥ പറയണ്ടോ? തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ചോദിക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ കഥ പറയുന്നുണ്ടോ? പ്ലാൻ ഉണ്ടോ? മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് അതേ റിപ്ലൈ വരുന്നുണ്ട്. ഇനി അത് മാറ്റണം.